നൗലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. കേരളത്തിലേക്ക് കഞ്ചാവ് കടത്താൻ ശ്രമിച്ച സംഘം തമിഴ്നാട്ടിൽ പിടിച്ചെടുത്തത് ഒഡീഷയിൽ നിന്നെത്തിയ 35 കിലോ കഞ്ചാവ്. സ്ത്രീ ഉൾപ്പെടെ 3 പേർ പിടിയിൽ. വയനാട്ടിൽ വാലന്റൈൻസ് ദിനത്തിൽ നടത്തിയ ലഹരി പാർട്ടിയിൽ പങ്കെടുത്തവരെ തിരഞ്ഞ അന്വേഷണ സംഘം. സ്ട്രേഞ്ചേഴ്സ് എന്ന പേരിൽ നടന്ന പാർട്ടിയിൽ പിടിച്ചെടുത്തത് മെത്താഫിറ്റാമിനും ഹൈബ്രിഡ് കഞ്ചാവും. ശബരിമല യുവതീ പ്രവേശന വിധിയിൽ പുനഃപരിശോധന വേണമെന്ന് സുപ്രീം കോടതി. 9-അംഗ ബെഞ്ചിന്റെ വാദം ഏപ്രിൽ 7-ന് ആരംഭിക്കും. സംസ്ഥാന സർക്കാർ അടക്കം വാദങ്ങളും നിലപാടുകളും രേഖാമൂലം അറിയിക്കണമെന്ന് നിർദ്ദേശം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കൂടുതൽ പ്രതികളെ ചോദ്യം ചെയ്യാൻ ഇഡി. ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി എസ് ജയശ്രീ ഹാജരായി. നടൻ ജയറാമിനെയും ഉടൻ ചോദ്യം ചെയ്യും. ദ്വാരപാലക കട്ടിളപ്പാടികളിൽ നിന്ന് ആകെ നഷ്ടമായ സ്വർണം 1 കിലോ 700 ഗ്രാം. കണക്കെടുത്തത് BSSCയിൽ നിന്നുള്ള ശാസ്ത്രീയ പരിശോധനയിലൂടെ. ഒന്നാം ബലാത്സംഗ കേസിൽ ചോദ്യം ചെയ്യലിന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഹാജരായി. പേരൂർക്കട പോലീസ് ക്ലബിൽ ചോദ്യം ചെയ്യൽ. ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുന്ന നടപടിക്രമങ്ങൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗം. നേരത്തെ കേസിൽ കോടതി ജാമ്യം നൽകി. സർക്കാർ മെഡിക്കൽ കോളേജുകൾ ഇന്നു മുതൽ സ്തംഭനത്തിൽ. അനിശ്ചിതകാല OP ബഹിഷ്കരണം. അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളും 19 മുതൽ നിർത്തിവെക്കും. സർക്കാർ നൽകിയ ഉറപ്പുകൾ പാലിച്ചില്ലെന്ന് KGMCT. ഒഡീഷയിൽ നിന്ന് കേരളത്തിലേക്ക് കഞ്ചാവ് കടത്താൻ ശ്രമിച്ച സംഘം തമിഴ്നാട്ടിൽ പിടിയിൽ. 35 കിലോ കഞ്ചാവും ആഡംബര കാറും പോലീസ് പിടിച്ചെടുത്തു. സ്ത്രീ ഉൾപ്പെടെ 3 പേരാണ് കമ്പം ലോവർ ക്യാമ്പിന് സമീപം പിടിയിലായത്. പ്രിൻസ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പ്രിൻസ്, ഈ രഹസ്യ വിവരങ്ങൾ എന്തെങ്കിലും ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടന്ന പരിശോധനയാണോ? പാവണി, ഒഡീഷയിൽ നിന്നും കേരളത്തിലേക്ക് വൻതോതിൽ കഞ്ചാവ് കടത്തുന്നു എന്ന ഒരു രഹസ്യ ലഭിച്ചതിനെ തുടർന്നാണ് തമിഴ്നാട് പോലീസ് അതിർത്തി മേഖല കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയത്. പ്രത്യേകിച്ചും ലോവർ ക്യാമ്പിൽ ചെക്ക് പോസ്റ്റ് കേന്ദ്രീകരിച്ച് വാഹന പരിശോധന നടത്തുകയായിരുന്നു. ഇതിനിടെയാണ് വാഹനം കണ്ടെത്തുകയും തുടർന്ന് സംശയാസ്പദമായ സാഹചര്യത്തെ തുടർന്ന് വിശദമായ പരിശോധന നടത്തുകയും ചെയ്തത്. 35 കിലോ കഞ്ചാവ് ഈ വാഹനത്തിൽ നിന്നും കണ്ടെടുത്തു. 3 പേരായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത്. മധുര കാമരാജപുരം സ്വദേശികളായ സെൽവി, മുരുകേശൻ തുടങ്ങിയ 3 പേരാണ് ഈ വാഹനത്തിലുണ്ടായിരുന്നത്. ഇതിലെ 3 പേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒപ്പം 1,18,000-ഓളം രൂപയും വാഹനത്തിൽ കണ്ടെടുത്തു. ആഡംബര വാഹനം കസ്റ്റഡിയിലെടുത്തു. ഒപ്പം 4 മൊബൈൽ ഫോണുകളും പിടികൂടിയിട്ടുണ്ട്. ഇത് ഒഡീഷയിൽ നിന്നും തമിഴ്നാട് മാർഗം കേരളത്തിലേക്ക് എത്തിച്ച് ദിന വിൽപ്പന നടത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഈ കഞ്ചാവ് കൊണ്ടുവന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എല്ലാവരും വിശദമായ പരിശോധന ഈ വിഷയത്തിൽ നടത്തും. ഒഡീഷയിൽ നിന്ന് എവിടെ നിന്നാണ് ഇവർക്ക് കഞ്ചാവ് വാങ്ങുന്ന എത്തരത്തിലാണ് ഇവരെ കൊണ്ടുവരുന്നത് എന്നതടക്കമുള്ള വിവരങ്ങൾ ശേഖരിക്കും. വലിയ തോതിലുള്ള പരിശോധന ചെക്ക് പോസ്റ്റുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ടെങ്കിൽ പോലും തമിഴ്നാട് വഴി കേരളത്തിലേക്ക് കൂടുതൽ കഞ്ചാവ് എത്തുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും പരിശോധന കർശനമാണെങ്കിൽ പോലും വിവിധ മേഖലകൾ കൂടി അതിർത്തി ചെക്ക് പോസ്റ്റുകൾ വഴിയും സമാന്തര പാതകളിലൂടെയും ഒക്കെ കേരളത്തിലേക്ക് കഞ്ചാവ് വളർത്തുന്ന ലോബികൾ ഇപ്പോഴും സജീവമായി പ്രവർത്തിക്കുന്നു എന്നതാണ് നമുക്ക് വ്യക്തമാകുന്നത്. എന്തായാലും പരിശോധന ഈ വിഷയത്തിൽ കൂടുതൽ പരിശോധന നടത്തുമെന്ന് തന്നെയാണ് നമുക്ക് തമിഴ്നാട് പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്നത്. ആവണി, ഈ നിലവിൽ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? കവണി 3 പേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒപ്പം വിശദമായ ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. എന്തായാലും ഒഡീഷയിൽ നിന്നാണ് ഇവർ കഞ്ചാവ് കൊണ്ടുവന്നെന്നാണ് വിവരം പോലീസ് കൈമാറി ലഭിച്ചിരിക്കുന്നത്. ആഡംബര വാഹനം പിടിച്ചെടുത്തിട്ടുണ്ട്. ഒപ്പം പണവും ഇവരുടെ കൈവശം ഉണ്ടായിരുന്ന പണവും പോലീസ് പിടിച്ചിട്ടുണ്ട്. ശരി, പ്രിൻസ് ആണ് വിവരങ്ങൾ നൽകിയത്. ഒഡീഷയിൽ നിന്ന് കേരളത്തിലേക്ക് കഞ്ചാവ് കടത്താൻ ശ്രമിച്ച സംഘമാണ് തമിഴ്നാട്ടിൽ പിടിയിലായിട്ടുള്ളത്. 35 കിലോ കഞ്ചാവും ആഡംബര കാറും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. സ്ത്രീ ഉൾപ്പെടെ 3 പേരാണ് കമ്പം ലോവർ ക്യാമ്പിന് സമീപത്തു നിന്നും പിടിയിലായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വയനാട്ടിൽ വാലന്റൈൻസ് ദിനത്തിൽ നടത്തിയ ലഹരി പാർട്ടിയിൽ പങ്കെടുത്തവരെ തിരഞ്ഞ അന്വേഷണ സംഘം. സ്ട്രേഞ്ചേഴ്സ് പാർട്ടിക്കിടെ മെത്താഫിറ്റാമിനും ഹൈബ്രിഡ് കഞ്ചാവുമായി 2 യുവാക്കളാണ് പിടിയിലായത്. ഈ സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇൻസ്റ്റാഗ്രാമിലൂടെ വിവിധ സ്ഥലങ്ങളിലുള്ള ആളുകളെ സംഘടിപ്പിച്ചാണ് ഈ പാർട്ടി നടന്നിട്ടുള്ളത്.
വാലന്റൈൻസ് ദിനത്തിലായിരുന്നു വയനാട്ടിൽ ഈ ലഹരി പാർട്ടി സംഘടിപ്പിച്ചത്. നിലവിൽ ഇവർക്കെതിരെ, ഈ പാർട്ടി സംഘടിപ്പിച്ചവർക്കെതിരെ അല്ലെങ്കിൽ ഈ പാർട്ടിയിൽ പങ്കെടുത്തവരെ തിരിഞ്ഞു നടക്കുകയാണ് ഇപ്പോൾ അന്വേഷണ സംഘം. സ്ട്രേഞ്ചേഴ്സ് എന്ന പേരിലാണ് ഈ പാർട്ടി നടത്തിയത്. ഇവിടെ മെത്താഫിറ്റാമിനും അതുപോലെ തന്നെ ഹൈബ്രിഡ് കഞ്ചാവും അടക്കം വ്യാപകമായി ഈ പാർട്ടിയിൽ ഉപയോഗിച്ചിരുന്നു. 2 യുവാക്കൾ നിലവിൽ പിടിയിലായ സംഭവത്തിലാണ് സമഗ്രമായ അന്വേഷണം പുരോഗമിക്കുന്നത്. ജിൻസ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജിൻസ്, ഈ വാലന്റൈൻസ് ദിനത്തിലാണ് വയനാട്ടിൽ ഇത്തരം ഒരു സംഭവം നടന്നതെന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് ഈ പിടിയിലായിട്ടുള്ളവരിലേക്ക് പോലീസ് എത്തിയത്? അവണി, നിലവിൽ ഈ കേസിൽ 2 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ചെന്നൈ സ്വദേശിയായിട്ടുള്ള ശിവകോയിൻ സ്വദേശിയായിട്ടുള്ള രാജേഷും അതുപോലെ തന്നെ താമരശ്ശേരി ഈങ്ങാപ്പുഴ സ്വദേശിയായിട്ടുള്ള ഷമീം, ഇവരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മുട്ടിൽ പരിയാരത്താണ് ഈ ഹോം സ്റ്റേയിൽ വെച്ച് ഇവർ ഇത്തരത്തിലുള്ള ഒരു പാർട്ടി സംഘടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് ഇത്തരത്തിൽ വിവിധ സ്ഥലങ്ങളിലുള്ള ആളുകളെ സംഘടിപ്പിച്ചത്. അതിനുശേഷം സ്ട്രേഞ്ചേഴ്സ് പാർട്ടി നടത്തുകയായിരുന്നു. ഈ പാർട്ടിയെ കുറിച്ച് പോലീസിന് വിവരം ലഭിക്കുകയും തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് 2 പേരെ പിടികൂടുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഈ സംഘടിപ്പിച്ചവരെ കുറിച്ചും പാർട്ടിയിൽ പങ്കെടുത്തവരെ കുറിച്ചും അതുപോലെ തന്നെ ഹോം സ്റ്റേ ഉടമസ്ഥരെ കുറിച്ചും എല്ലാം അന്വേഷണം നിലവിൽ പുരോഗമിക്കുകയാണ് എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. 2 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ 2 പേരിൽ നിന്നാണ് നിലവിൽ മെത്താഫിറ്റമിനും അതുപോലെ തന്നെ ഹൈബ്രിഡ് കഞ്ചാവും അടക്കം കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ് എന്നുള്ളതാണ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ഷർഫുദ്ദീൻ അറിയിച്ചിരിക്കുന്നത്. ഇവർക്ക് എവിടെ നിന്നുമാണ് ഈ മെത്താഫിറ്റാമിനും അതുപോലെ തന്നെ ഹൈബ്രിഡ് കഞ്ചാവും ഒക്കെ ലഭിച്ചതെന്നുള്ള സൂചനകളെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? നിലവിലെ സാഹചര്യത്തിൽ ഈ മെത്താഫിറ്റമിനും കഞ്ചാവും ഇവരിൽ നിന്ന് പിടികൂടുക മാത്രമാണ് ചെയ്തത്. ഇത് എവിടെ നിന്നാണ് കിട്ടിയതോ എവിടെ നിന്നാണ് കൊണ്ടുവന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ നിലവിൽ എക്സൈസ് പരിശോധിച്ചു വരികയാണ്. എന്തായാലും 2 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പാർട്ടിയിൽ പങ്കെടുത്തവരെയും അതുപോലെ തന്നെ ഉടമസ്ഥരെയും അടക്കം ഈ കേസിൽ പ്രതിയാക്കുന്ന സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ഈ എത്ര പേരുണ്ടായിരുന്നു ഈ പാർട്ടിയിൽ? നിലവിൽ 10-15ഓളം ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇവരെല്ലാം തന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ടവരാണ്, വിവിധ സ്ഥലങ്ങളിലുള്ളവരാണ്. ഇവരെയാണ് ഇത്തരത്തിൽ സ്ട്രേഞ്ചേഴ്സ് പാർട്ടി നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഈ സ്ട്രേഞ്ചേഴ്സ് പാർട്ടിയിലാണ് ഇത്തരത്തിൽ മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകളെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് എക്സൈസ് കമ്മീഷണർ അറിയിച്ചിരിക്കുന്നത്. ഈ അറസ്റ്റിലായവർക്ക് മുൻപ് ഇത്തരം ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണോ? നിലവിലെ സാഹചര്യത്തിൽ ഈ ഇരുവരും മുൻപും ഇത്തരത്തിൽ സമാനമായിട്ടുള്ള കേസുകളിൽ പ്രതിയായിരുന്നു എന്നുള്ളതാണ് എക്സൈസ് വ്യക്തമാക്കുന്നത്. ഇതിൽ ചെന്നൈ സ്വദേശി ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ അന്തർ സംസ്ഥാനങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഈ കേസുകളിൽ പ്രതിയാണോ എന്നുള്ളതും നിലവിൽ പോലീസ് പരിശോധിച്ചു വരികയാണ്. അവിടെ ശരി, ജിൻസ് ആണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ലഹരി വിരുദ്ധ പ്രവർത്തകനായ പ്രസാദ് കുരുവിള നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ പ്രസാദ് കുരുവിള, ഈ വാലന്റൈൻസ് ദിനവുമായി ബന്ധപ്പെട്ട വയനാട്ടിൽ നടന്നിട്ടുള്ള സംഭവം അത് ഞെട്ടിക്കുന്നതാണ്. ഈ ഹൈബ്രിഡ് കഞ്ചാവും അതുപോലെ തന്നെ മെത്താഫിറ്റാമിനും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള പാർട്ടി നടന്നിട്ടുണ്ട്. അത് കേരളത്തിലാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനു മുൻപും ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പോലും ഇതിനൊരു പിടിവീഴാൻ ഇപ്പോഴും പൂർണ്ണമായും ഇത് നിരോധിക്കാനും ആവുന്നില്ല എന്നുള്ളതാണ്. പ്രസാദ് കുരുവിള, താങ്കൾ കേൾക്കുന്നുണ്ടോ? അത് കേൾക്കുന്നില്ലോ, വളരെ സൗണ്ട് കുറഞ്ഞു കേൾക്കുന്നു. അതായത് ഇപ്പോൾ നിലവിൽ ഈ വയനാട്ടിൽ നിന്നുമാണ് വാലന്റൈൻസ് ദിനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ ലഹരി മെത്താഫിറ്റാമിനും അതുപോലെ തന്നെ ഹൈബ്രിഡ് കഞ്ചാവും ഒക്കെ പിടികൂടിയിട്ടുള്ളത്. ഈ നമുക്കറിയാം എറണാകുളത്തടക്കം ഇത്തരം പാർട്ടികൾ നിരവധിയായി ഉണ്ടാകാറുണ്ട്. എന്നാൽ വയനാട്ടിലും ഇത്തരം ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, വളരെ ഭയാനകമാം വിധം നമ്മുടെ സംസ്ഥാനത്ത് ഈ ലഹരി വളർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പാർട്ടികളിൽ ലഹരി പാർട്ടികൾ, DJ പാർട്ടികളും അതുപോലുള്ള പാർട്ടി പരിപാടികളും ഒക്കെ തന്നെ ഈ മാരക രാസലഹരികൾ ഉപയോഗിക്കുന്ന സ്ഥിതിവിശേഷം ഇപ്പൊ ഉണ്ടായിരിക്കും. ഇപ്പൊ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ വാലന്റൈൻസ് ഡേക്ക് ആഘോഷം ഗംഭീരമാക്കാൻ ലഹരിയിലേക്ക് കിടക്കുന്ന ഒരു തലമുറയായി മാറിയിരിക്കുന്നു നമ്മുടെ. ഇനി വരാൻ പോകുന്നത് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലും തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിൽ പോലും ഉപയോഗിക്കാൻ തക്കവധം ലഹരി മാഫിയ ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ലഹരി മാഫിയയെ
അപ്പൊ ഇതിനെ തടയാൻ ഉത്തരവാദിത്തപ്പെട്ടവർ ഇതിന് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് എപ്പോഴും കാണുവാൻ സാധിക്കുന്നത്. ഒന്ന്, ഇത് ഉപയോഗിക്കുന്നവരെയാണ് കൂടുതലും. ഏതെങ്കിലും പാർട്ടികളിൽ ഉപയോഗിച്ചാൽ അല്ലെ വാലന്റൈൻസ് ഡേയിൽ ഉപയോഗിക്കുന്നവരെ പിടികൂടുന്ന ഒരു സ്ഥിതിവിശേഷമായിട്ടും കാണുന്നത്. ഇപ്പൊ വയനാട്ടിലാണെങ്കിലും മറ്റെവിടെയാണെങ്കിലും ഉപയോഗിക്കുന്നതിനെ പിടിക്കുക. ഉപയോഗിക്കുന്നതിനെ പിടിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, ഒരു നിയമപ്രശ്നമുണ്ട്. ഉപയോഗിക്കുന്നതിനെ പിടിച്ച് അവനെ ചികിത്സയ്ക്ക് വിടുക. ചികിത്സയ്ക്ക് വിടുമ്പോൾ സ്വാഭാവികമായിട്ടും അവന്റെ കേസ് റദ്ദ് ചെയ്യുന്നുണ്ട്. കേസ് റദ്ദ് ചെയ്യുന്നതുകൊണ്ട് അവൻ അവിടെ നിന്ന് രക്ഷപ്പെടുക. അപ്പം ഇവൻ ഈ ഉറവിടം കണ്ടെത്തി പോകാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഉപയോഗിക്കുന്നതിനെ മാത്രം പിടിക്കുന്നു, അല്ലെങ്കിൽ നിസ്സാരം ആയിട്ട് കൈപിടിച്ച് അവനെ ശിക്ഷിക്കണം. നിസ്സാരമാണ് കൈ കൊണ്ടെടുക്കുന്നതെങ്കിലും അവരെയും ശിക്ഷിക്കണം. പക്ഷെ ഇതൊന്നും ഉണ്ടാകുന്നില്ല. ഈ അളവിനനുസരിച്ച് ശിക്ഷയുടെ അളവും കുറവുണ്ട്. അതാണ് ഇതിനകത്തെ പ്രശ്നം. ഭയപ്പാടില്ലാതെ ആണ് ഉണ്ടാകുന്നത്. അപ്പൊ പിടിക്കപ്പെടുന്നവർ ഉപയോക്താക്കളായി ആണ് പിടിക്കപ്പെടുന്നത്. അതുകൊണ്ട് അവരെ പിടിച്ചാലും അവരെ ചികിത്സയ്ക്ക് വിടുന്നത് കൊണ്ട് അവർക്ക് ശിക്ഷ ലഭിക്കുന്നില്ല എന്നുള്ള ഒരു കാരണം കൊണ്ട് തന്നെ ലഹരി മാഫിയ ഇവരെ ഉപയോക്താക്കളായി മാറ്റുന്നു. അവരെ വാഹകരാക്കി മാറ്റുന്നു. ഉപയോക്താക്കള എന്ന ആ ഒരു പരിഗണന വെച്ച് അവരെ ഇതിൽ നിന്നും രക്ഷപ്പെട്ടു പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് നിശ്ചയമായിട്ടും ഗവൺമെന്റ് സംവിധാനങ്ങൾ ഇതിനെതിരെ ജാഗ്രത പുലർത്തണം. നമ്മുടെ രക്ഷിതാക്കൾ ജാഗ്രത പുലർത്തണം. രക്ഷിതാക്കളെ സംബന്ധിച്ച് ഒരു മകൻ, ഒരു പയ്യൻ അല്ലെ ഇളം തലമുറയിൽപ്പെട്ട ആരെങ്കിലും ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പരമാവധി അവർ മൂടി വെക്കാനേ നോക്കുള്ളൂ. കാരണം അവരുടെ അഭിമാന പ്രശ്നം, കല്യാണം കഴിക്കാത്ത പയ്യനാണെങ്കിൽ പെണ്ണ് കിട്ടാതിരിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ നാട് മുഴുവൻ മയക്കുമരുന്നാണ്, കഞ്ചാവാണ് എന്നൊക്കെയുള്ള ഒരു സംസാരം ഉണ്ടായാൽ, ഒരു തവണ മോട്ടിച്ചാൽ അവൻ എന്നും കള്ളനാണെന്ന് പറഞ്ഞ പോലെ ലഹരി ഒരു തവണ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവൻ എന്നും ലഹരിക്കാരനെ മയക്കാന്ന് പറയും, അല്ലെ അവൻ സൈക്കോയാന്നൊക്കെയുള്ള സംസാരം ഉണ്ടാവുന്നതുകൊണ്ട് കാരണവന്മാര് ഒരു കാരണവശാൽ ഈ ഒരു വിവരം പുറത്തറിയിക്കില്ല. ഇവര് ചെയ്യേണ്ട ഉത്തരവാദിത്വം എന്ന് പറയുന്ന തന്റെ കുട്ടി, തന്റെ മകൻ ഈ ലഹരി അല്ലെ മകളെ ഈ ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും എക്സൈസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ ഉറവിടത്തെ കണ്ടെത്താനുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടാക്കേണ്ടത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ആദ്യത്തെ സമയത്ത് തന്നെ ഈ അപ്പനോ അമ്മയോ ഈ വിവരം അറിയുന്നുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ ഇവരുടെ ഉപയോഗത്തെ നിർത്താൻ പറ്റും. ഇത് കൊടുക്കുന്നവരെ കണ്ടെത്താനും സാധിക്കും. പക്ഷെ അതിലേക്കൊന്നും രക്ഷിതാക്കൾ കടക്കുന്നില്ല. നിശ്ചയമായിട്ടും ഞാനത് പറയും, PTA-കളില് ഇതിന് ഗൗരവമായ നടത്തി PTA-ക്ക് വിഷയത്തിൽ ഒരു ബോധ്യം നൽകേണ്ടതായിട്ടുണ്ട്. നിശ്ചയമായും നമ്മുടെ സംസ്ഥാനത്തെ മുഴുവൻ കോളേജുകളും സ്കൂളുകളും കേന്ദ്രീകരിച്ച് ലഹരിക്കെതിരെ PTA-കളിൽ ബോധ്യം നൽകുക, രക്ഷിതാക്കൾ ബോധ്യം നൽകുക എന്നുള്ളതാണ് ഏറ്റവും ആവശ്യം. ജെൻസി എന്ന് പറയുന്ന വിഭാഗം ഈ പിള്ളേർക്ക് അതൊക്കെ ഒരു തമാശാണ്. പക്ഷെ ഇത് ഗുരുതരമായ അവസ്ഥയിലേക്ക് വരിക. ഒന്ന്, ഇത് ഉപയോഗിച്ച് തുടങ്ങിയാൽ ആദ്യത്തെ ഘട്ടത്തിലൊന്നും ഈ മയക്കുമരുന്ന് ഉപയോക്താക്കളെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അവൻ ഉപയോഗിച്ചിട്ടുണ്ടോ, പക്ഷെ അവനിൽ നിന്നും വ്യത്യസ്തമായ അവന്റെ സ്വഭാവത്തില്, പെരുമാറ്റത്തില് വ്യത്യാസം വരുമ്പോൾ മാത്രമാണ് ഇത് കണ്ടുപിടിക്കപ്പെടുന്നത്. ഇവനെന്തോ പഴയതിലും ഉള്ള അവസ്ഥയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള അവസ്ഥയുണ്ട് എന്ന് ബോധ്യപ്പെട്ട് മാത്രമാണ് ഈ കാര്യങ്ങൾ മനസ്സിലാകുന്നത്. ആ സമയത്ത് മദ്യപിച്ചാൽ, കള്ളടിച്ചാൽ അത് അപ്പോൾ തന്നെ അവന്റെ ശരീരഭാഷ കൊണ്ട്, അവന്റെ സംസാര ഭാഷ കൊണ്ട് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് മദ്യപനെ തിരിച്ചറിയാൻ പറ്റും. പക്ഷെ ലഹരി ആസക്തനെ മറ്റ് രാസ ലഹരികള് കഞ്ചാവോ അല്ലെങ്കിൽ മെത്താക്സിലോണോ അല്ലെങ്കിൽ MDMA ഒക്കെ ഉപയോഗിക്കുന്നതിന് അത്ര പെട്ടെന്ന് തിരിച്ചറിയാൻ അതൊക്കെ കുറെ കാലം കഴിയും, കുറെ സമയമെടുക്കും. അത് MDMA പോലുള്ള കാര്യങ്ങൾ തുടർച്ചയായിട്ട് ഉപയോഗിച്ചാൽ അത് മാസങ്ങൾക്കുള്ളിൽ, ചിലർ ഒരു 7 വർഷത്തിനുള്ളിൽ തന്നെ അയാളുടെ ജീവൻ തന്നെ അപകടത്തിലാകുകയല്ലേ. അപ്പോൾ ഇതൊന്ന് ഗൗരവമായിട്ട് ചിന്തിക്കാൻ നമ്മുടെ പൊതുസമൂഹത്തിലേക്ക് ഇത് ശക്തമായ ഒരു വിഷയമായി എടുത്ത് നമ്മുടെ പാവപ്പെട്ട ഈ ഇളം തലമുറയെ രക്ഷിക്കാനുള്ള ഒരു കാര്യത്തിലേക്ക് കടക്കുന്നില്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കാൻ, നമ്മുടെ ഇളം പിഞ്ചു തലമുറയാണ് ഇതിലേക്ക് ഏറ്റവും കൂടുതൽ ആകർഷിക്കപ്പെടുകയും അതിനകപ്പെട്ടു പോവുകയും ചെയ്യുന്നത്. വെറുതെ ഒരു രസത്തിന് ഒരു പാട്ട് നടക്കുമ്പം, അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ആഘോഷം നടക്കുമ്പോൾ, കോളേജിന്റെ ആഘോഷം നടക്കുമ്പോൾ, അതുപോലുള്ള സമയങ്ങളിൽ പോലും അബദ്ധത്തിൽ കുട്ടികൾ അത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ എവിടെയും മാറി ഇത് ഉപയോഗിക്കപ്പെടുന്നതാണ് കണക്കാക്കാൻ പറ്റുന്നത്. 1400-ഓളം സ്കൂളുകൾ പോലും ഹോട്ട്സ്പോട്ടായിട്ട് ഗവൺമെന്റിന്റെ കണക്കിലുണ്ട്. ഈ ലഹരി മാഫിയ നോട്ടമിട്ടിരിക്കുന്ന സ്കൂളുകൾ.
അപ്പം ഈ നമ്മുടെ തലമുറയെ നശിപ്പിക്കാൻ വേണ്ടി ഇത്ര രംഗത്തിറങ്ങിയിരിക്കുന്ന മാഫിയെ തളയ്ക്കാൻ എന്തുകൊണ്ട് നമ്മുടെ ഭരണ സംവിധാനങ്ങൾക്ക് സാധിക്കുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. എക്സൈസ്, പോലീസ്, ഫോറസ്റ്റ്, റവന്യൂ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആരും പണിയെടുക്കുന്നില്ല. വല്ല കാലത്തും എവിടെയെങ്കിലും ഒരു ഓണമാട്ടോ ക്രിസ്മസോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പേരിന് ജില്ലാ കേന്ദ്രങ്ങളിൽ കളക്ടർ ചെയർമാനായിട്ടുള്ള ജനകീയ സമിതികള് കൂടി അവിടെ ഇത്ര പിടിച്ചു, ഇവിടെ ഇത്ര പിടിച്ചു, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കണക്കും പറഞ്ഞ് അങ്ങ് പോവുക. പിന്നെ വിമുക്തി മിഷൻ എന്ന് പറയുന്ന സംവിധാനമുണ്ട്. എന്തിനാണ് വിമുക്തി മിഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോഴും ബോധ്യമാകുന്നില്ല. എവിടെയെങ്കിലും പോയി ഏതെങ്കിലും പള്ളിക്കൂടത്തിൽ പോയി കാക്കി ഡ്രസ് യൂണിഫോം ഇട്ടവർ പോയി രണ്ടുമൂന്ന് വർത്താനം പറഞ്ഞ് എന്താ പറയുക, ഒരു ചെറിയൊരു നോട്ടുപാടും കൊടുത്ത് ഒരു പേനായും കൊടുത്ത് അവിടെ ലക്ഷങ്ങൾ കണക്കെഴുതി മാറ്റുന്നതല്ലാതെ അതിനും വിരോധാഭാസം ഈ ബെസ്കോയുടെ ഒക്കെ കിട്ടുന്ന ലാഭവിഹിതത്തിൽ നിന്ന് ശതമാനമാണ് ഇതിന്റെ ബോധവൽക്കരണത്തിന് വേണ്ടി നീക്കി വെക്കുന്ന പറയുമ്പോൾ എന്തൊരു വിരോധാഭാസം മനസ്സിലാക്കണേ. മദ്യം കൊടുത്ത് അത് കുടിക്കരുത് എന്ന് പറയാൻ ബോധവൽക്കരണം നടത്തുന്നത് അതിന്റെ ലാഭവിഹിതത്തിൽ നിന്ന്, അതിന്റെ ശതമാനത്തിൽ നിന്ന്, വിറ്റുവരവിൽ നിന്ന് ശതമാനം കൊടുത്ത അതിന്റെ ബോധവൽക്കരണം നടത്തുന്നു പറയുമ്പോൾ തന്നെ എന്താണ് അവസ്ഥ നോക്കുക. അതിലും വിരോധാഭാസമല്ലേ കൊടുക്കുന്ന ആളുകൾ തന്നെ ബോധവൽക്കരണത്തിന് വേണ്ടി ഇറങ്ങുന്നത്. ഇപ്പൊ ഞങ്ങളൊക്കെ ഒരു കാലഘട്ടത്തിൽ എക്സൈസ് വകുപ്പിന് ക്ലാസ് കൊടുത്തുകൊണ്ടിരുന്ന, ഇപ്പൊ ആ എക്സൈസ് വകുപ്പ് ക്ലാസ്സുകളായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ അവരാണ് കൊടുക്കുന്നത്. ഇത് ഞങ്ങൾ എന്നും പറയുന്നുണ്ട്, ഇത് നിശ്ചയമായിട്ടും ലഹരിക്കെതിരെ ബോധവൽക്കരണത്തിന്, ലഹരിയെ തടയുന്നതിന് അല്ല ചികിത്സിക്കുന്നതിന് വേണ്ടി പ്രത്യേക ഒരു സംവിധാനം തന്നെ ഗവൺമെന്റ് രൂപീകരിക്കേണ്ടതായിട്ടുണ്ട്. അല്ല ഏതെങ്കിലും സംവിധാനങ്ങളുടെ അണ്ടറിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഗുണവും ചെയ്യില്ല. അതുകൊണ്ട് ശക്തമായ നടപടികൾ നമ്മുടെ ഗവൺമെന്റുകൾ സ്വീകരിക്കണം. എന്താണ് ഇവര് ഇതിൽ നിന്ന് മാറി നിൽക്കുന്നത്? മറ്റ് പല കാര്യങ്ങളിലുമാണ്. തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ മറ്റ് ചില വിഷയങ്ങളിൽ അതായത് ആകൂട്ട് വിഷയം കിട്ടിയാലേ തെരഞ്ഞെടുപ്പിനെ ചൂട് പിടിച്ച് നിർത്താൻ പറ്റത്തില്ല. ലഹരിക്കെതിരെയൊന്നും ചൂട് പിടിച്ച് നിർത്താൻ പറ്റത്തില്ല. മറ്റ് വിഷയങ്ങൾ പ്രത്യേകിച്ച് നമുക്കറിയാം, എന്തെങ്കിലും പീഡന കേസുകൾ ഇറക്കിയാൽ മാത്രമേ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം കൊഴിപ്പിക്കാൻ പറ്റൂ. എന്തെല്ലാം വിഷയങ്ങളുണ്ട്, മനുഷ്യൻ സാധാരണ ജനം നേരിടുന്ന എന്തെല്ലാം ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട്. ആ വിഷയത്തിലേക്കൊന്നും കടക്കാതെ വോട്ടർമാരുടെ ശ്രദ്ധ മാറ്റാൻ വേണ്ടിയുള്ള ഓരോരോ പ്രശ്നങ്ങളാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അതെല്ലാം തീരുകയും ചെയ്യും. എന്നാലും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേക്കും ഇവിടെയുള്ള നമ്മുടെ ഇളം തലമുറ വളരെ വലിയ അപകടത്തിലേക്ക് കടക്കും. യാതൊരു സംശയമില്ല. ശരി, വളരെയധികം നന്ദി ശ്രീ പ്രസാദ് കുരുവിള ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഏതായാലും സംസ്ഥാനത്ത് വീണ്ടും ലഹരിയുടെ ഒഴുക്ക് വ്യാപകമാകുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. വയനാട്ടിൽ കഴിഞ്ഞ ദിവസം നടന്ന ഈ വാലന്റൈൻസ് ദിനത്തിൽ നടന്ന സംഭവമാണ് ഏറെ ഞെട്ടിക്കുന്നത്. കാരണം അവിടെ ഒരു പാർട്ടി നടക്കുന്നു. ആ പാർട്ടിയിൽ മെത്താഫിറ്റാമിനും അതുപോലെ തന്നെ ഹൈബ്രിഡ് കഞ്ചാവും അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള പാർട്ടിയാണ് അവിടെ നടന്നിട്ടുള്ളത്. നിലവിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേരെ പിടികൂടിയിട്ടുണ്ട്. കൂടുതൽ പേർ ഈ പാർട്ടിയിലുണ്ടായിരുന്നു. ഇവരെ ഈ പാർട്ടിയിൽ പങ്കെടുത്തവരെയൊക്കെ തന്നെ കണ്ടുപിടിക്കാനുള്ളൊരു അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ നടക്കുന്നത്. ഒഡീഷയിൽ നിന്ന് കേരളത്തിലേക്ക് കഞ്ചാവ് കടത്താൻ ശ്രമിച്ച സംഘവും തമിഴ്നാട്ടിൽ നിന്ന് പിടിയിലായി എന്നുള്ള വാർത്തയും വന്നിട്ടുണ്ട്. 35 കിലോ കഞ്ചാവാണ് ഇവരിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ളത്. ഇവരുടെ ആഡംബര കാറും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. സ്ത്രീ ഉൾപ്പെടെയുള്ള 3 പേരാണ് പിടിയിലായത്. കമ്പം ലോവർ ക്യാമ്പിന് സമീപത്ത് നിന്നാണ് ഇവരെ പിടികൂടിയിട്ടുള്ളത്. നിലവിൽ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ ചോദ്യം ചെയ്യലുകൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. ഈ ഒഡീഷയിൽ നിന്നും കൊണ്ടുവന്ന കേരളത്തിലേക്ക് എത്തിച്ച കഞ്ചാവാണ് പോലീസ് പിടികൂടിയിട്ടുള്ളത്. ഇതിന്റെ ഒരു ഉറവിടം കണ്ടെത്തുക എന്നുള്ളൊരു ലക്ഷ്യമൊക്കെയാണ് പോലീസിന്റെ മുന്നിൽ നിലവിലുള്ളത്. വയനാട്ടിലാണ് വാലന്റൈൻസ് ദിനത്തിൽ മറ്റൊരു ലഹരി പാർട്ടി നടന്നിട്ടുള്ളത്. ഇതിൽ പങ്കെടുത്തവരെയാണ് ഇപ്പോൾ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ട്രേഞ്ചേഴ്സ് എന്ന പേരിലാണ് ഈ പാർട്ടി നടത്തിയത്. ഈ പാർട്ടിയിൽ മെത്താഫിറ്റാമിനും അതുപോലെ തന്നെ ഹൈബ്രിഡ് കഞ്ചാവും അടക്കം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പാർട്ടി നടത്തിയിട്ടുള്ളത്. 2 യുവാക്കൾ ഈ സംഭവത്തിൽ പിടിയിലായിട്ടുണ്ട്. അതേസമയം കൂടുതൽ അന്വേഷണം ഇതിൽ പുരോഗമിക്കുന്നുണ്ട്. കൂടുതൽ പേരെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസും. ഈ പാർട്ടിയിൽ പങ്കെടുത്തവരെയും ഈ പാർട്ടി സംഘടിപ്പിച്ചവരും ഒക്കെ പിടികൂടാനുള്ളൊരു ശ്രമത്തിലാണ് പോലീസ് നിലവിലുള്ളത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാമിലൂടെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പരിചയപ്പെട്ടിട്ടുള്ള ആളുകൾ ഒരുമിച്ച് ചേർന്നാണ് ഈ പാർട്ടി സംഘടിപ്പിച്ചത്. എന്തായാലും കഴിഞ്ഞ ദിവസം ഫെബ്രുവരി 14-ാം തീയതി വാലന്റൈൻസ് ദിനത്തിലാണ് വയനാട്ടിൽ ഇത്തരം ഞെട്ടിക്കുന്ന ഒരു സംഭവം നടന്നിട്ടുള്ളത്. ഈ കൊച്ചി അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ വ്യാപകമായി നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനിടെയാണ് വയനാട്ടിലും ഇത്തരം ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തു. ഇപ്പോൾ റിട്ടയർഡ് എക്സൈസ് ഉദ്യോഗസ്ഥനും ലഹരി വിരുദ്ധ പ്രചാരകനുമായ CB വിജയകുമാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ വിജയകുമാർ,
ഈ കേരളത്തിലേക്ക് ലഹരിയുടെ ഒഴുക്ക് അത് വ്യാപകമാകുന്നു എന്ന് തെളിയിക്കുന്നതാണ് നിലവിൽ പുറത്തു വന്നിട്ടുള്ള 2 വാർത്തകളും. ഒന്ന് ഇടുക്കിയിലെ ആയിക്കോട്ടെ, വയനാട്ടിലെ ആയിക്കോട്ടെ. കേരളത്തില് ലഹരിയുടെ വ്യാപനം 1% പോലും കുറഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അത് അനുദിനം കൂടിക്കൊണ്ടുവരികയാണ്. അപ്പൊ നമ്മളിതിനെ വിലയിരുത്തുന്നത് പിടിക്കുന്ന കേസുകളുടെ ഒരു അളവ് വെച്ചുകൊണ്ടാണ് ഇത് വിലയിരുത്തുന്നത്. പിടിക്കപ്പെടാതെ എത്രയോ വിൽക്കപ്പെടുന്നുണ്ട്. നമ്മളൊരു 10 ഇടത്ത് വിൽക്കുമ്പോൾ ഒരു പരമാവധി 5 ഇടത്ത് പിടിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് സമാധാനിക്കാം. 5 ഇടത്ത് തന്നെ പിടിക്കാൻ സാധ്യത കുറവാണ്. പിടിക്കപ്പെടുന്നതിന്റെ ഒരു കണക്ക് വെച്ചുകൊണ്ടാണ്. അപ്പൊ വ്യാപനം വലിയ തോതിൽ നടക്കുന്നുണ്ട്. ഇപ്പൊ ഇടുക്കിയില് കഞ്ചാവ് കിലോ കണക്കിനാണ്. ഇടുക്കിയിൽ നേരത്തെ ഒക്കെ കഞ്ചാവ് വ്യാപകമായിട്ട് ഇടുക്കിയിൽ അതിന്റെ കൃഷി ഉണ്ടായിരുന്നു. ഇപ്പൊ അത് കുറഞ്ഞിട്ടുണ്ട്. അതിന് കുറഞ്ഞതിന്റെ കാരണം കഞ്ചാവിന്റെ ഉപയോഗം കുറഞ്ഞതല്ല, അതിനേക്കാൾ വില കുറച്ച് സൗകര്യപ്രദമായിട്ട് ആന്ധ്രാപ്രദേശിൽ നിന്നും ഛത്തീസ്ഗഡിൽ നിന്നും ഒക്കെ കഞ്ചാവുകൾ വ്യാപകമായിട്ട് എത്തുന്നത് കൊണ്ടാണ് ഇടുക്കിയിലെ കൃഷി കുറഞ്ഞത്. ഇടുക്കിയിൽ ഇപ്പോഴും ഉണ്ടത്. അപ്പൊ ഇടുക്കിയിൽ നിന്ന് അവിടെ പിടിച്ചത് അത് അവരെ ചോദ്യം ചെയ്യുമ്പോൾ അറിയാം അത് ഇടുക്കിയിൽ നിന്ന് തന്നെ ഉള്ളതാണോ അതോ ഇനി മറ്റു പ്രദേശങ്ങളിൽ നിന്ന് വന്നതാണോ എന്ന് അവരെ ചോദ്യം ചെയ്താലേ അറിയാൻ പറ്റും. പക്ഷെ ഇതിന് ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ പ്രതിയെ പിടിച്ചിട്ട് അവിടെ നിൽക്കുകയാണ് അന്വേഷണം. അപ്പൊ ഒരു കേസ് പിടിച്ചു, പ്രതിയെ അറസ്റ്റ് ചെയ്തു കഴിയുമ്പോൾ ഇത് ഇവിടെ നിന്ന് വന്നു എന്ന് അതിന്റെ ഒരു ഉറവിടം കണ്ടെത്താനുള്ള ഒരു ശ്രമം നടക്കുന്നില്ല. അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. ഉറവിടം കണ്ടെത്താത്തിടത്തോളം കാലം ഇതിന്റെ വലിയ മാഫിയകൾ വളരെ സുഖമായിട്ട് അവരവിടെ ഇരിക്കുകയാണ്. അപ്പൊ ഉറവിടം കണ്ടെത്തുന്നില്ല. അപ്പൊ ഒരു വാഹനവുമായി പിടിച്ചാൽ പോലും പിരിച്ചു പിടിക്കുമ്പോൾ തന്നെ അങ്ങനെയാണ്. ആ വാഹനം പിടിക്കുന്നു, വാഹനം സർക്കാർ കസ്റ്റഡിയിലെടുക്കുന്നു. അത് കഴിയുമ്പോൾ ആ പ്രതിയെ, ഡ്രൈവറെയും ക്ലീനറെ അറസ്റ്റ് ചെയ്യുന്നു. അവരെ ചോദ്യം ചെയ്യുമ്പോൾ പറയും ഇന്ന പമ്പിന്റെ അടുത്ത് വന്ന് ഇത് കിടക്കാൻ പറഞ്ഞു, പിന്നെ ഞങ്ങൾക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവര് ഒരു ഒഴുക്കൻ മട്ടിൽ പറയുന്നു. അതിന്റെ പിന്നിൽ ആളുകൾ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം വയനാട്ടിൽ നടന്നതും ഇത് തന്നെയാണ്. ഇതിന്റെ ഒരു വ്യാപകമായ ഒരു പാർട്ടി ലെവലിൽ ആടാനും പാടാനും ഒക്കെ ചെറുപ്പക്കാർക്ക് ഇതിന്റെ ഒരു അപകടം അവർക്ക് മനസ്സിലാകും. അവരറിഞ്ഞോ അറിയാതെ ഇതിലോട്ട് വ്യാപകമായിട്ട് ചെന്ന് വീഴുകയാണ് നമ്മുടെ കുട്ടികൾ. ഈ ലഹരി ഉപയോഗിക്കുന്നവരിൽ മാത്രമായി പല ഘട്ടങ്ങളിലും ഈ കേസ് അന്വേഷണം നിന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. എന്താണ് ഇതിന്റെ ഒരു ഉറവിടം കണ്ടെത്താൻ കഴിയാതെ പോകുന്നത്? ഉറവിടം കണ്ടെത്താൻ കഴിയാത്തതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഇത് അന്വേഷിച്ച് പോകുക എന്ന് പറയുമ്പോൾ അതിന് ഇപ്പൊ ഒരു വാഹനം പിടിച്ചാൽ തന്നെ അതിന്റെ അന്വേഷിച്ച് പോകുക എന്ന് പറയുമ്പോൾ അതിന്റെ റെക്കോർഡുകളെല്ലാം ഫേക്കായിരിക്കും. പിന്നെ അത് കൃത്യമായിട്ട് അന്വേഷിച്ച് പോകുക എന്ന് പറഞ്ഞാൽ ഒരു പല കേസ് പോലോ അതുപോലൊക്കെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ച് അന്വേഷണമൊക്കെ നടക്കുന്നത് പോലെ ഇതിൽ നടക്കുന്നില്ല. ഇതിലേതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ അത് അന്വേഷിക്കുന്നു, ആ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരു കേസ് വരുന്നു, ഇതവിടെ ഈ ഫയൽ മടക്കിയിട്ട് അതിന്റെ പുറകെ പോകുന്നു. പിന്നെ ഇത് ഈ കേസുകളുടെ ഒരു അന്വേഷണം പുറകെ നടന്ന് ചെയ്യാൻ ഒക്കെ രീതിയിലുള്ള സ്റ്റാഫ് പാറ്റേണും ഇല്ല. ഉള്ളവര് വെച്ച് ഇതെല്ലാം കൂടെ ചെയ്തുകൊണ്ട് പോവുകയാണ്. ആ കേസ് അന്വേഷിച്ച് അവിടെ അത് ഫയൽ മടക്കി വെക്കുകയാണ്. ഒരു കേസ് കിട്ടി, 2 പ്രതിയെ അറസ്റ്റ് ചെയ്തു. അതിന്റെ ഉറവിടം അന്വേഷിച്ച് ഇത്തരം കേസുകൾ എങ്ങും പോകുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ വ്യാപനം കൂടുന്നതിന്റെ പ്രധാന കാരണം. പിന്നീട് ഇതിന്റെ ശിക്ഷാവിധികൾ വരുന്നില്ല. പലപ്പോഴും ഈ പിടിക്കപ്പെടുന്ന കുട്ടികളുടെയൊക്കെ ഈ കേസ് അവർ ജാമ്യത്തിൽ ഇറങ്ങി പുറത്തേക്കുന്നു. 2-4 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ഇതിന്റെ വിചാരണ വരുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ഗുരുതരമായ ഭവിഷ്യത്ത് ഇത് ചെയ്യുന്ന കുട്ടികൾക്ക് ബോധ്യപ്പെടുന്നില്ല. സ്ഥിരമായി ഇത് ചെയ്യുന്ന ക്രിമിനലുകൾക്കാണെങ്കിൽ അവർക്ക് അതിന്റെ ലാഭമുണ്ട്, അവർക്കത് അകത്ത് കിടക്കുന്നതൊന്നും അവർക്ക് വിഷയമല്ല. അവരതെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ടാണ്. ഇതിന്റെ കോൺസിക്വൻസ് പ്രതീക്ഷിക്കാതെ ഇതിൽ പെട്ടുപോകുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവര് പിന്നെ 90 ദിവസത്തിനകത്ത് പലപ്പോഴും കുറ്റപത്രം കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് അവർ ജാമ്യത്തിൽ പുറത്തിറങ്ങി കഴിയുമ്പോൾ ഇനി 4-5 വർഷം കഴിഞ്ഞായിരിക്കും കേസ് വരുന്നത്. അത് അന്ന് എന്ത് സംഭവിക്കും എന്നുള്ളതിനെ പറ്റി ഇന്ന് അവർ ചിന്തിക്കുന്നില്ല. അതാണ് ഒരു പ്രശ്നം. ശരി, വളരെയധികം നന്ദി ശ്രീ CP വിജയകുമാർ ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. എന്തായാലും സംസ്ഥാനത്തെ ലഹരി ഒഴുക്ക് വീണ്ടും വ്യാപകമാകുന്നു എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. ഈ ഇടുക്കിയിൽ നിന്നും കഞ്ചാവ് പിടികൂടിയിട്ടുണ്ട്. ഒഡീഷയിൽ നിന്നും കൊണ്ടുവന്ന കഞ്ചാവാണ് പിടികൂടിയിട്ടുള്ളത്. ഇതിൽ 4 പേരെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വയനാട്ടിൽ വാലന്റൈൻസ് ദിനത്തിൽ നടത്തിയ ലഹരി പാർട്ടിയിൽ വെച്ചും 2 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കൂടുതൽ പേർക്കായി ഇതിൽ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശബരിമല യുവതീ പ്രവേശന വിധിയിൽ പുനഃപരിശോധന വേണമെന്ന് സുപ്രീം കോടതി. 9-അംഗ ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കും. സംസ്ഥാന സർക്കാർ അടക്കം കേസിലെ കക്ഷികൾ വാദങ്ങളും നിലപാടുകളും രേഖാമൂലം അറിയിക്കണമെന്നും കോടതി നിർദ്ദേശം. മാർച്ച് 14-നകം സംസ്ഥാന സർക്കാർ അടക്കം കേസിലെ കക്ഷികൾ വാദങ്ങളും നിലപാടുകളും രേഖാമൂലം അറിയിക്കണം. പുനഃപരിശോധനാ ഹർജി പരിഗണിക്കാനായി 9-അംഗ ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കും. ഏപ്രിൽ 7-ന് കേസിൽ വാദം കേൾക്കൽ ആരംഭിച്ച് 22-ന് വാദം കേൾക്കൽ പൂർത്തിയാക്കുമെന്ന്
ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അറിയിച്ചു. 9 അംഗ ഭരണഘടനാ ബെഞ്ചിൽ ഉൾപ്പെടുന്ന ജഡ്ജിമാരുടെ പട്ടിക ചീഫ് ജസ്റ്റിസ് അറിയിക്കും. ഹർജികൾ പരിഗണിച്ചത് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസുമാരായ ജോയ്മാല ബാഗ്ചി, ബിപുൽ എം പഞ്ചോളി എന്നിവരടങ്ങിയ 3-അംഗ ബെഞ്ചാണ്. ശബരിമല കോടതി വിധിയെ അനുകൂലിക്കുന്നവരുടെ വാദമാണ് ഏപ്രിൽ 7 മുതൽ 9 വരെ നടക്കുന്നത്. തുടർന്ന് 14 മുതൽ 16 വരെ പുനഃപരിശോധനാ ഹർജിയെ പിന്തുണയ്ക്കുന്നവരുടെ വാദം കേൾക്കുമെന്നും ചീഫ് ജസ്റ്റിസ് അറിയിച്ചു. വിധി പുനഃപരിശോധിക്കേണ്ടതാണെന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയിൽ അറിയിച്ചു. ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിച്ചത് അംഗീകരിക്കാനാവില്ലെന്നും വ്യക്തമാക്കി. ഇതുവരെ പുനഃപരിശോധനാ ഹർജിയെ എതിർത്തിരുന്നുവെന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ ജയ്ദീപ് ഗുപ്ത പറഞ്ഞെങ്കിലും തുടർന്നും എതിർക്കുമോ എന്നതിൽ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രായഭേദമന്യേ പ്രവേശനം അനുവദിക്കണമെന്ന 2018 വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജികളാണ് പരിഗണിക്കുന്നത്. നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ പ്രതികളെ ചോദ്യം ചെയ്യാൻ ഇ ഡി. സംഭവത്തിൽ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി എസ് ജയശ്രീ കൊച്ചി ഇ ഡി ഓഫീസിൽ ഹാജരായി. ഇടനിലക്കാരൻ കൽപേഷും ഉടൻ ഹാജരായേക്കും. നടൻ ജയറാമിനെയും ചോദ്യം ചെയ്യാനാണ് സാധ്യത. അതേസമയം ശബരിമലയിൽ ദ്വാരപാലക കട്ടിളപ്പാളികളിൽ നിന്ന് ആകെ നഷ്ടമായ സ്വർണം 1 കിലോ 700 ഗ്രാം എന്നാണ് SITയുടെ പ്രാഥമിക നിഗമനം. ദ്വാരപാലക കട്ടിളപ്പാളികളിൽ നിന്ന് ആകെ നഷ്ടമായ സ്വർണം 1 കിലോ 700 ഗ്രാം എന്നതാണ് SITയുടെ നിഗമനം. VSSCയിൽ നിന്നുള്ള ശാസ്ത്രീയ പരിശോധനയുടെ ഫലമടക്കം വിലയിരുത്തിയാണ് നിലവിൽ കണക്ക് പുറത്തു വന്നിട്ടുള്ളത്. ജംഷഡ്പൂരിലെ നാഷണൽ ലാബിൽ നിന്നുള്ള ഫലം കൂടി വന്ന ശേഷം കണക്ക് കോടതിയെ അറിയിക്കും. ദ്വാരപാലക ശില്പപ്പാളികളിൽ നിന്നുമാണ് കൂടുതൽ സ്വർണം നഷ്ടമായിട്ടുള്ളത്. 900 ഗ്രാം സ്വർണം വേർതിരിച്ചുവെന്നതായിരുന്നു സ്മാർട്ട് ക്രിയേഷൻസ് ഉടമയുടെ മൊഴി. ഏറ്റവും കൂടുതൽ സ്വർണം നഷ്ടമായത് ദ്വാരപാലക ശില്പപ്പാളികളിൽ നിന്നാണ്. VSSCയിലെ ശാസ്ത്രീയ പരിശോധനയിലാണ് നഷ്ടമായ സ്വർണത്തിന്റെ കണക്ക് വ്യക്തമായിട്ടുള്ളത്. ജംഷഡ്പൂർ നാഷണൽ ലാബിലെ ഫലം കൂടി പരിഗണിച്ചാകും അന്തിമ റിപ്പോർട്ട് പുറത്തുവരുന്നത്. അതേസമയം കേസന്വേഷണം സിനിമാ രാഷ്ട്രീയ മേഖലകളിലേക്കും വ്യാപിക്കുന്നതായിട്ടാണ് സൂചനകൾ. കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട പ്രമുഖ നടൻ ജയറാമിന് ED ഇതിനോടകം തന്നെ നോട്ടീസ് നൽകിയിട്ടുണ്ട്. സ്വർണ്ണക്കൊള്ളയിലെ പ്രധാന പ്രതികളിലൊരാളായ പോറ്റിയുമായി അടുത്ത ബന്ധമുള്ള രാഷ്ട്രീയ നേതാക്കളും നിലവിൽ അന്വേഷണ പരിധിയിലാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രമുഖരെ ചോദ്യം ചെയ്യുന്നതോടെ കൊള്ളയ്ക്ക് പിന്നിലെ സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ചും വിദേശ ബന്ധങ്ങളെക്കുറിച്ചും വ്യക്തമായ ചിത്രം ലഭിക്കുമെന്നാണ് ED പ്രതീക്ഷിക്കുന്നത്. സി മലയാളം ന്യൂസ്, കൊച്ചി. 1-ാം ബലാത്സംഗ കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരായി പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ. പേരൂർക്കട പോലീസ് ക്ലബ്ബിലാണ് ചോദ്യം ചെയ്യൽ തുടരുന്നത്. ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുന്ന നടപടിക്രമങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണത്തിന്റെ ഭാഗമായി ഉണ്ടാകും. 1-ാം പീഡന പരാതിയിൽ ജാമ്യം ലഭിച്ചതിനെ തുടർന്നാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായത്. ഇതുവരെ 1-ാം പീഡന പരാതിയിന്മേൽ രാഹുലിനെ ചോദ്യം ചെയ്യാനോ മറ്റ് വിവരങ്ങൾ ശേഖരിക്കാനോ സാധിച്ചിരുന്നില്ല. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണിത്. പരാതിക്കാരെ ഏറ്റവും പുതിയതായി കോടതിയിൽ അറിയിച്ചിട്ടുള്ള വിവരങ്ങളിലും കൂടുതൽ കാര്യങ്ങൾ അന്വേഷണ സംഘം ചോദിച്ചറിയും. ഡിജിറ്റൽ തെളിവുകളുടെ ശേഖരണം അടക്കമുള്ള കാര്യങ്ങളും ഇന്ന് തന്നെ നടക്കും. ഈ മാസം 16, 17, 18 തീയതികളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശിച്ചാണ് ജസ്റ്റിസ് കൗസർ എടബകത്ത് മുൻകൂർ ജാമ്യം നൽകിയത്. ഉഭയകക്ഷി സമ്മതത്തോടെയുള്ള ബന്ധമാണ് ഇരുവരും തമ്മിലെന്ന് വാട്സാപ്പ് ചാറ്റുകളിൽ നിന്ന് വ്യക്തമാകുന്നതായി കോടതി നിരീക്ഷിച്ചിരുന്നു. ഗർഭചിത്രം യുവതിയുടെ സമ്മതപ്രകാരമെന്നും മരുന്നെത്തിച്ചത് യുവതിയുടെ ആവശ്യപ്രകാരമെന്നുമാണ് ചാറ്റുകളിൽ നിന്ന് വ്യക്തമാകുന്നതെന്നും കോടതി പറഞ്ഞു. രാഹുലാണ് മരുന്നെത്തിച്ചതെങ്കിലും ഇക്കാര്യത്തിൽ പ്രതിയുടെ മാത്രം നിർബന്ധമായിരുന്നോ കാരണം എന്ന് പരാതിക്കാരിക്ക് വിചാരണ വേളയിൽ തെളിയിക്കാമായിരുന്നുവെന്നും ഉത്തരവിൽ പറയുന്നു. രാഹുൽ നിരന്തര കുറ്റവാളിയെന്ന് സർക്കാരിന് വേണ്ടി DGP വാദിച്ചെങ്കിലും ഈ കേസിന് ശേഷമാണ് കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തതെന്ന കാര്യം കോടതി ഓർമ്മിപ്പിച്ചു. പരസ്പര സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് പിന്നീട് ബന്ധം തകരുമ്പോൾ ബലാത്സംഗമായി പരാതി നൽകുകയും ചെയ്യുന്നത് നിലനിൽക്കില്ലെന്ന സുപ്രീം കോടതി വിധി ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി രാഹുലിന് ജാമ്യം അനുവദിച്ചത്. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.